ഇനി എല്ലാവരും കാത്തിരിക്കുന്നത് ഇന്ത്യ ഓസ്ട്രേലിയ 4ാം ടെസ്റ്റിനാണ്. നിലവിൽ ഇന്ത്യ പരമ്പരയിൽ 2-1 മുന്നിലാണ്. അതുകൊണ്ട് അവസാനത്തെ മാച്ച് ഓസീസിനെ സംബന്ധിച്ച് നിർണായകമാണ്. 4ാമത്തെ ടെസ്റ്റ് ജയിച്ചാൽ ഓസീസിന് പരമ്പരയിൽ ഒപ്പമെത്താം. കഴിഞ്ഞ ടെസ്റ്റ് തോറ്റപ്പോൾ വലിയ മാറ്റങ്ങളാണ് ടീമിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റിയാണ് നമ്മളെ കളിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഗില്ല് ഓപ്പണിങ്ങിൽ ഫ്ലോപ്പായി. അതുകൊണ്ട് ഇപ്പോൾ 4ാം ടെസ്റ്റിൽ രാഹുലിനെ തന്നെ തിരിച്ചു വിളിക്കുമെന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. ഗില്ലിനെ 4ാം ടെസ്റ്റിൽ കളിപ്പിച്ചേക്കില്ല. നിലവിലെ അവസ്ഥ വെച്ച് ഗില്ലും രാഹുലും ഒരുപോലെയാണ്. പക്ഷേ ഗില്ലിന് ഒരവസരം കൂടി കൊടുക്കേണ്ടതായിരുന്നു. ഇനി ചേതേശ്വർ പൂജാര, വിരാട് കോഹ്ലി ഇവർ തന്നെ ടീമിലുണ്ടായിരിക്കും. കോഹ്ലി ഫോമിലേക്ക് തിരിച്ചു വരേണ്ടതുണ്ട്. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇപ്പോൾ കോഹ്ലി ഫോം ഔട്ടാണ്. താരത്തിന്റെ അവസാനത്തെ 12 ഇന്നിംഗ്സ് എടുത്താൽ ഒരു 50 പോലും കോഹ്ലി അടിച്ചിട്ടില്ല. പൂജാരെ കഴിഞ്ഞ കളി ഫോമായിരുന്നു. ഇനി ശ്രേയസ് അയ്യർക്ക് റെസ്റ്റ് കൊടുത്ത് സൂര്യകുമാറിനെ കളിപ്പിക്കാൻ സാധ്യതയുണ്ട്. താരത്തിന് അധികം അവസരം ഈ ടെസ്റ്റിൽ കിട്ടിയിട്ടില്ല. ഇനി ഇന്ത്യയുടെ മാറ്റമെന്ന് പറയുന്നത് കീപ്പിങ്ങിലാണ്. കഴിഞ്ഞ 3 ടെസ്റ്റിലും കെ.എസ്. ഭരത് ഫ്ലോപ്പായിരുന്നു. താരത്തിന് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. ഇഷാൻ കിഷൻ സ്ക്വാഡിലുണ്ടായിട്ടും ഒരവസരം പോലും ഇതുവരെ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് അവസാനത്തെ ടെസ്റ്റിൽ കെ.എസ്. ഭരത് പുറത്താകും. ഇഷാനെ അവസരം കിട്ടും. ഇനി 3ാം ടെസ്റ്റിൽ ഷമിക്ക് റെസ്റ്റ് ആയിരുന്നു. എന്നാൽ ഇപ്പോൾ അടുത്ത മാച്ചിൽ ഷമി തിരിച്ചെത്തും. ഇതോടുകൂടി സിറാജിനായിരിക്കും സ്ഥാനം നഷ്ടമാവുക. കാരണം ഉമേഷ് യാദവ് മികച്ച ബോളിംഗ് ആണ് കഴിഞ്ഞ ടെസ്റ്റിൽ കാഴ്ചവെച്ചത്. ഇന്ത്യൻ ടീമിന് 4ാമത്തെ ടെസ്റ്റ് ജീവൻ മരണ പോരാട്ടമാണ്. കാരണം കളി ജയിച്ചാൽ മാത്രമേ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിൽ എത്താൻ സാധിക്കൂ. അല്ലെങ്കിൽ പിന്നെ മറ്റു ടീമുകളുടെ ജയത്തെ ആശ്രയിച്ചിരിക്കണം. അതുകൊണ്ട് ഇന്ത്യ എന്ത് വില കൊടുത്തും 4ാമത്തെ ടെസ്റ്റ് ജയിക്കാൻ നോക്കും. ഇനി ഇന്ത്യയുടെ സാധ്യത നോക്കാം. രോഹിത് ശർമ്മ, ശുഭ്മാൻ ഗിൽ അല്ലെങ്കിൽ രാഹുൽ, ചേതേശ്വർ പൂജാര, വിരാട് കോഹ്ലി, ശ്രേയസ് അയ്യർ അല്ലെങ്കിൽ സൂര്യകുമാർ യാദവ്, ഇഷാൻ കിഷൻ, ജഡേജ, അക്സർ പട്ടേൽ, രവിചന്ദ്രൻ അശ്വിൻ, മുഹമ്മദ് ഷമി, ഉമേഷ് യാദവ്. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.